സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. എന്നാൽ സമ്മാനം കൊടുക്കേണ്ട കാര്യം വരുമ്പോൾ പലരും അല്പം മടി കാണിക്കും. എന്നാൽ 28ാമത്തെ ജന്മദിനത്തിൽ തൻ്റെ പ്രിയ പങ്കാളിക്ക് 28 ദിവസവും സമ്മാനം നൽകിയ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സമ്മാനങ്ങൾ കൊടുക്കുവാൻ ആളുകൾ പലപ്പോഴും മടിക്കുന്നത് സ്വന്തം കീശ കാലിയാകുമല്ലോ എന്ന് ഓർത്തുകൊണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ കീശ കാലിയാകാതെ എത്രയോ സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവ പൊതുവെ ആളുകൾ മറക്കുകയാണോ അവഗണിക്കുകയാണോ എന്നെനിക്കറിയില്ല. ചിലർ അവരുടെ ഹൃദയവേദനകളെക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ, ഒന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മാതാപിതാക്കളെ ഒന്ന് ശ്രവിക്കാൻ സാധിച്ചാൽ അത് അവർക്ക് നൽകാവുന്ന വലിയൊരു സമ്മാനമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം പ്രായമായ ഒരു മാതാവ് വിദേശത്തുള്ള തൻ്റെ കൊച്ചുമകനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളോടൊക്കെ എനിക്ക് കുറച്ച് സമയം സംസാരിക്കണം എന്നുണ്ട്. എന്നാൽ നിങ്ങളുടെയൊക്കെ ജോലിയും ജീവിതത്തിലെ തിരക്കുമൊക്കെ ഓർക്കുമ്പോൾ വിളിക്കാൻ മടിയാണ്. ഇത് ഒരമ്മയുടെ മാത്രം ദുഃഖമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് പലരുടെയും ജീവിതത്തിൻ്റെ വേദനകളാണ്. പല വ്യക്തിബന്ധങ്ങളും ശിഥിലമാകുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങൾ ആയിരിക്കാം. അങ്ങനെ മറ്റുള്ളവരെ ശ്രദ്ധിച്ച് അവർക്ക് സമ്മാനമായി തീരണമെങ്കിൽ അവർ പറയുന്നത് താൽപ്പര്യപൂർവ്വം ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറാകണം. നേരെ മറിച്ച് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരോട് എന്ത് മറുപടി പറയണം എന്ന് ചിന്തിച്ചിരിക്കുകയോ പറയുന്നതിൻ്റെ ഇടയിൽ കയറി പറയുകയോ ചെയ്താൽ അതവർക്ക് സമ്മാനമായി തീരുകയില്ല, മറിച്ച് അരോചകമായി തീരാനാണ് സാധ്യത. മറ്റുള്ളവർ ഉള്ളുരുകി ഹൃദയവേദനയോട് നമ്മോട് പറയുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ, കരുതലോടെ, ശ്രദ്ധയോടെ കേൾക്കുമ്പോഴാണ് അത് അവർക്ക് സമ്മാനമായി തീരുന്നത്. ഇത് ഓരോ സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. മറ്റുള്ളവർക്ക് എപ്പോഴും കൊടുക്കാൻ കഴിയുന്ന മറ്റൊരു സമ്മാനമാണ് സ്നേഹം. ഇന്ന് വസ്തുക്കളെ ഉപയോഗിച്ച് ആളുകളെ സ്നേഹിക്കണം എന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ ഇതിന് വിപരീതമായി പലയിടത്തും ആളുകളെ ഉപയോഗിച്ച് വസ്തുക്കളെ സ്നേഹിക്കുന്നത് പതിവായിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ കാശ് ചിലവാക്കാറുണ്ട്. എന്നാൽ പണത്തേക്കാൾ അധികം പേരും ആഗ്രഹിക്കുന്നത് നമ്മുടെ നിസ്വാർത്ഥ സ്നേഹമാണ്. അതുപോലെ സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിക്കാൻ കഴിയുന്നതും, രോഗിയായ ആളെ കാണാൻ പോകുന്നതും, അവരുടെ ആവശ്യത്തിൽ അവരെ സഹായിക്കുന്നതുമൊക്കെ അധികം പണച്ചിലവില്ലാതെ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന സമ്മാനങ്ങളാണ്. ഡിസംബർ ആഘോഷങ്ങളുടെ മാസമാണ്. മാനവകുലത്തിന് ഏറ്റവും വലിയ സമ്മാനം ലഭിച്ച മാസമാണ് ക്രിസ്മസ് എന്ന് നാം കരുതുന്നു. അതായത് നമുക്ക് വേണ്ടി ദൈവം തന്ന സമ്മാനമാണ് കർത്താവായ യേശുക്രിസ്തു. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ക്രിസ്തു ജനിക്കുമ്പോൾ ദൈവം സന്തോഷവാനാകുകയാണ്. ഏറ്റവും ചെറിയ സഹോദരങ്ങളിലൊരുത്തന് നന്മ ചെയ്യുവാനും അത് അവർക്ക് മാത്രമല്ല, അത് എനിക്കും ചെയ്തു എന്നാണ് സത്യമായിട്ടും കർത്താവ് നമ്മളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിൽ നന്മ ചെയ്യുന്നവരെ തീരുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഈ മാസം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.